സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വേസ്റ്റ് ടു എനർജി പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് മുൻ കൊച്ചി മേയർ ടോണി ചമ്മണി. വിദേശ നിക്ഷേപകരെ കബളിപ്പിക്കുന്നതിനെക്കുറിച്ചും അന്വേഷണം വേണം. കോഴിക്കോട് ഞെളിയമ്പറമ്പിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ കരാർ ലഭിച്ച മലബാർ വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി നിലവിലുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ജപ്പാൻ കമ്പനിയായ JFE എഞ്ചിനീയറിംഗ് ലിമിറ്റഡുമായി സോണ്ട കമ്പനി പുതിയ കൺസോർഷ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ടോണി ചമ്മണി ആരോപിച്ചു. ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരുന്ന വേസ്റ്റ് എനർജി പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയിലുള്ള ക്രമക്കേട്, അഴിമതി അത് വ്യാപകമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത്. കോഴിക്കോട് ഞെളിയമ്പറമ്പിലുള്ള വേസ്റ്റ് എനർജി പ്ലാന്റ് നിലവിൽ കൺസോർഷ്യം പാർട്ട്ണർ ആയി ജർമ്മൻ കമ്പനി പിരിഞ്ഞു പോയതുകൊണ്ട് അത് നിലവിലില്ല കൺസോർഷ്യം. അതുകൊണ്ട് തന്നെ ആ ടെൻഡർ സ്വാഭാവികമായിട്ടും അസാധുവാകുകയാണ്. ആ ടെൻഡർ നിൽക്കെ തന്നെ മറ്റൊരു പാർട്ട്ണറെ കയറ്റുന്നതും ചട്ടലംഘനമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തരമായി അവിടെ പുതിയ ടെൻഡർ വിളിക്കാൻ ആവശ്യമായ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വിദേശ പങ്കാളികളെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം വരുതിയിലാക്കാൻ, പാട്ടിലാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അത് വളരെ ഗുരുതരമാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും കേരളത്തിലേക്ക് ആകർഷിച്ച് അവരെ കബളിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അത് കേരളത്തിൻ്റെ വ്യാവസായിക നിക്ഷേപ രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ കൃത്യമായി ഗവൺമെൻറ് അക്കാര്യത്തിൽ പരിശോധിക്കണം, ഇദ്ദേഹത്തിന് നടപടി സ്വീകരിക്കണം.